ഓക്കെ, ഹലോ എവരി വൺ. നമുക്കങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നീങ്ങുകയാണ്. അവിടെ നമ്മൾ ആദ്യം പറയേണ്ട സാധനം ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. നമുക്കറിയാം, അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലതും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പൈസയായിട്ട് നമുക്ക് ഭാവിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതൊന്ന് മനസ്സിൽ കാണുക. പൈസയുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് പൈസയാക്കി മാറ്റാൻ കഴിയുന്നതും നമ്മുടെ ബിസിനസ്സിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള വാല്യുബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അസറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുന്നു, ഒരു 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുമെന്ന് വിചാരിക്കുക. ഈ 10 രൂപയുടെ സാധനത്തിൻ്റെ ബെനിഫിറ്റ് കുറേ കാലം നമ്മുടെ ബിസിനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുമെങ്കിൽ അത് എന്ത് തന്നെയാണ്, നമ്മുടെ അസറ്റ് തന്നെയാണ്. അതേസമയം നിങ്ങൾ 1 കോടി രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു. 1 കോടി രൂപ, ഞാൻ 1 CR അതായിരിക്കും നല്ലത്. 1 കോടി രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു. ആ സാധനം ഇന്ന് തന്നെ വിറ്റുപോയി എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അസറ്റ് എന്ന് വിളിക്കത്തില്ല. കാര്യം ഒരു ദിവസമല്ലേ നമ്മൾ ബിസിനസ്സിൽ നിലനിന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താണ്, ഒരു സാധനത്തിന് അസറ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഒരു ലോങ് ടേമിൽ നമ്മുടെ ബിസിനസ്സിന് കിട്ടണം. എന്നാലേ അത് നമ്മുടെ എന്തായി മാറുന്നുള്ളൂ, അസറ്റായി മാറുന്നുള്ളൂ. അപ്പോൾ അതെന്താണ് അസറ്റ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ടാഞ്ചിബിൾ അസറ്റ്, എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ ഏറ്റവും അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ടാഞ്ചിബിൾ എന്താണ്, തൊടാൻ കഴിയും, നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്ന അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ അസറ്റ് എന്നുള്ള ഡെഫിനിഷൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബിസിനസ്സിൽ നിലനിൽക്കുന്ന ക്യാഷായിട്ട് ഭാവിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യുബിൾ തിങ്സ്, ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ക്യാൻ ഫീൽ, നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലാണെങ്കിലും നമ്മൾ എന്തെന്ന് വിളിക്കാം, ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കാം. എന്നാൽ നമുക്ക് തൊടാൻ കഴിയാത്ത എന്നാൽ അസറ്റായിട്ടുള്ള സാധനങ്ങൾ എന്തെന്ന് വിളിക്കാം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കാം. ഇവിടെ ടാഞ്ചിബിൾ നമുക്ക് ഒരുവിധം നമ്മൾ കേൾക്കുന്ന എല്ലാ അസറ്റുകളും നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, എന്താണ് ഇങ്ങനെ എടുത്തു പറയാൻ മാത്രം അതിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിഫറൻസിലേക്ക് കിടക്കാം. ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. അവിടെ നമ്മൾ പറയാം എന്തിനാണ് ഈ ഒരു കഥ പറഞ്ഞു തുടങ്ങിയെന്നുള്ളത്. അവിടെ എത്തുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. നൗ വി ക്യാൻ സീ ദാറ്റ്. ഇവിടെ പറയുന്നുണ്ട് ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദ മീനിങ് നോക്കുക. ദീസ് അസറ്റ് ക്യാൻ ബി ടച്ച് ഫീൽ ആൻഡ് സീ ആർ കാൾഡ് ടാഞ്ചിബിൾ അസറ്റ്സ്. തൊടാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റണം, അങ്ങനെയുള്ള അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. അസറ്റ് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏതാണ്ട് എല്ലാ ഇമേജ് എന്ത് തന്നെയാണ്, ടാഞ്ചിബിൾ അസറ്റ്സ് തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് പീരീഡ് ഓഫ് യൂസേജ്. ദ പീരീഡ് ഓഫ് ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫ്രം ദ ടൈപ്പ് ഓഫ് അസറ്റ്സ് ആർ മോർ ദാൻ 1 ഫിനാൻഷ്യൽ ഇയർ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു സാധനമാണ്, അതിനോട് ഞാൻ 100% യോജിക്കുന്നില്ല. ഞാനതങ്ങോട്ട് ക്രോസ് ചെയ്ത് കളയാണ്. പിന്നെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഏതിനുണ്ടാവും, നമ്മുടെ ഈ പറഞ്ഞ ടാഞ്ചിബിൾ അസറ്റിന് എന്തുണ്ട്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഇൻടാഞ്ചിബിൾ എന്തില്ല, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസും ഇല്ല. പിന്നെ ഇവിടെയാണ് നമ്മുടെ കളി കിടക്കുന്നത്. ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മുടെ ടാഞ്ചിബിൾ അസറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ കൊടുക്കും. അതിന് നമുക്ക് ഡിപ്രിസിയേഷൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇൻടാഞ്ചിബിളിന് ഡിപ്രിസിയേഷൻ അല്ല ചെയ്യുന്നത്, അമോർട്ടൈസേഷനാണ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാൻ പേടിക്കണ്ട. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മുഴുവൻ പരിപാടി നമ്മൾ പറയുന്നത് തന്നെ. വാട്ട്സ് ദ നെക്സ്റ്റ് തിങ്, ഏബിൾ ടു ലിക്വിഡേറ്റ് മീൻസ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഈസിനെസ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ടാഞ്ചിബിൾ അസറ്റ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻടാഞ്ചിബിൾ എന്തല്ല, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പിന്നെ ഹെൽപ്പിംഗ് ഇൻ ടാഞ്ചിബിൾ അസറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണ് സഹായിക്കുന്നതെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്തിനായിരിക്കും സഹായിക്കുന്നത്, നമ്മുടെ ബ്രാൻഡിൻ്റെ വാല്യൂ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിളൊന്നും പറഞ്ഞിട്ടില്ല, അതിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. പിന്നെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് എളുപ്പമാണ്. എവിടെയാണ് നമ്മുടെ ടാഞ്ചിബിൾ അസറ്റിൻ്റെ വാങ്ങിയ വിലയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വിലയോ വെച്ച് ടാഞ്ചിബിൾ അസറ്റിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്ന് മാറി മാറി പറഞ്ഞിട്ടിരുന്നു. ഇൻടാഞ്ചിബിൾ എന്താണെന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താം. ഒരു ഉദാഹരണം ഞാൻ പറയാം.
ഇപ്പോൾ നമ്മുടെ ടാറ്റ എന്ന് പറയുന്ന കമ്പനി, സ്ഥിരം ടാറ്റ കമ്പനി കയറി പിടിക്കാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഉദാഹരണം പറയുന്നതാണ്. ഓക്കെ, ടാറ്റ എന്ന് പറയുന്ന കമ്പനി ജാഗ്വാർ എന്ന് പറയുന്ന കാർ കമ്പനീനെ വാങ്ങിച്ചു. ഓക്കെ, ജാഗ്വാറിൻ്റെ സിമ്പിൾ ഇതാണെന്ന് വിചാരിച്ച് സമാധാനിക്കുക. ഓക്കെ, ജാഗ്വാർ എന്ന് പറഞ്ഞ കാർ കമ്പനി വാങ്ങിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ എല്ലാ അസറ്റുകളും, ഇവരുടെ കാർ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ഇവരുടെ കയ്യിരിക്കുന്ന സ്റ്റോക്ക് എല്ലാം ആരുടേതായി മാറും? ടാറ്റയുടേതായി മാറും. അതിൻ്റെയൊക്കെ എന്താണോ അതിൻ്റെ മൂല്യം, ആ ഒരു തുക കൊടുത്തിട്ടായിരിക്കും ടാറ്റ ഇവരെ വാങ്ങുന്നത്. പക്ഷേ ജാഗ്വാർ പറയും, നിങ്ങൾ നാളെ നമ്മുടെ കാറുകൾ മറിച്ച് വിൽക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ നമ്മളെ കാറ് മറിച്ച് വിൽക്കുമ്പോൾ മീൻസ് ആ സ്റ്റോക്ക് നമ്മളെ എടുത്ത് നിങ്ങൾ കൊണ്ട് വിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് നിന്ന് നിങ്ങൾ സാധനം ഉണ്ടാക്കി വിൽക്കുമ്പോഴോ, നിങ്ങളുടെ കാറ് വാങ്ങാനല്ല ആൾ വരുന്നേ. നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള കാറ് വാങ്ങാനോ എൻ്റെ ഓണർഷിപ്പിലുള്ള കാറ് വാങ്ങാനോ അല്ല ആൾക്കാർ വരുന്നത്. ആൾക്കാർ വരുന്നത് എന്തിനാണ്? ജാഗ്വാർ എന്ന് പറയുന്ന അവരിഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ കാറ് വാങ്ങാനാണ്. ആ ബ്രാൻഡിന് എന്തുകൊണ്ടാണ് ഒരു വാല്യൂ വന്നത്? വർഷങ്ങളായിട്ട് ഈ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ബ്രാൻഡിന് എന്തുണ്ട്? ആൾക്കാരുടെ ഇടയിൽ ഒരു വിശ്വസ്യതയുണ്ട്, അല്ലേ? ഇതെന്താണ്? ഈ ഒരു വിശ്വാസ്യതയാണ് നമ്മൾ എന്താക്കുന്നത്? മറ്റേത് കാറിനും കിട്ടാത്ത ഒരു വില ജാഗ്വാർ എന്ന് പറയുന്ന കാറിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന വിശ്വാസ്യതയ്ക്ക് ഇവരെന്ത് വാങ്ങും? ഒരു പൈസ ടാറ്റയുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്തുകൊണ്ട് വാങ്ങുന്നു? കാര്യം ഇവർ വർഷങ്ങളായിട്ട് നടത്തി അവരുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണല്ലോ ആ ഒരു പേര്, ആ ഒരു സൽപ്പേര് എന്ന് പറഞ്ഞ സാധനം. അല്ല ചുമ്മാ ഉണ്ടായി വന്നതല്ല. അപ്പോൾ അതിനും ഇവരെന്ത് ചെയ്യും? ഒരു എമൗണ്ട് ഈ ടാറ്റ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഓക്കെ, അങ്ങനെ വാങ്ങുന്ന, അതായത് നമ്മുടെ ബ്രാൻഡിന് പബ്ലിക്കിൻ്റെ ഇടയിലുള്ള വിശ്വാസ്യതയും മൂല്യവും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ആ ഒരു എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതിന് ഇടുന്ന ഒരു വിലയിനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ എന്തെന്ന് വിളിക്കുന്നത്? ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. കോമൺ ഇംഗ്ലീഷിലെ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ്സിന് പല വർഷങ്ങളായി നിലനിന്നത് കൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ട്രസ്റ്റിന് നമ്മളൊരു എക്കണോമിക്കൽ വാല്യൂ കൊടുക്കുകയാണ്. നമ്മൾ ആ ട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഗുഡ് വിൽ ഉണ്ടെന്ന് വെറുതെ പറയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു എമൗണ്ടായിട്ട് കാണിക്കുന്നു. അതിനാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്ത് ആലോചിച്ച് നോക്കിയേ, അത് അസറ്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് തൊടാൻ പറ്റുമോ? അറിയാം, എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ബട്ട് അത് നമുക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു അസറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ലീഗലി പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വിൽക്കാൻ പറ്റുന്ന ഒരു അസറ്റ് തന്നെയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇനി ഒരു ഉദാഹരണം, വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഒരു ഏത് കമ്പനി, ടാറ്റ വേണ്ട, നമുക്ക് വേറെ കമ്പനി ഓടിക്കാം. എന്നാലും ടി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ടി വെച്ച് മറ്റൊരു കമ്പനി, ടെസ്ല എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യമായിട്ട് എന്ത് ഇറക്കുന്നത്? EV ഇറക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഇവരൊരു കോടതിയിൽ ചെന്നിട്ട്, കോടതിയിലല്ല, ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് എന്ത് പറയുകയാണ്? നമ്മൾ ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തു, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ, ആ ഒരു ഇൻവെൻഷൻ്റെ ഓണർഷിപ്പ് വേണം. അവർക്ക് അങ്ങനെ എന്ത് കിട്ടുകയാണ്? ടെസ്ല എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു പാറ്റൻറ്റ് കിട്ടുകയാണ്. ആ പാറ്റൻറ്റ് പ്രകാരം ഇലക്ട്രിക്കൽ വെഹിക്കിൾ, കറണ്ടിൽ ഓടുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ടെസ്ലയാണ് കണ്ടുപിടിച്ചത്, അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? പിന്നെ ഈ വേറെ ഏതെങ്കിലും കമ്പനിക്ക്, ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ ഹോണ്ടായോ ആർക്കെങ്കിലും ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റില്ല? ഇവരുടെ ആ ഒരു ഐഡിയനെ കോപ്പി അടിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും വിധത്തിൽ ഇവരുടെ റെഫറൻസ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ആരുടെ മുൻകൂർ അനുവാദം വാങ്ങണം? ടെസ്ലയുടെ മുൻകൂർ അനുവാദം വാങ്ങണം. അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഇവരൊരു കണ്ടുപിടുത്തം നടത്തി, ആ കണ്ടുപിടുത്തത്തിന് എന്ത് ചെയ്തു? ഇവർ പാറ്റൻറ്റ് ഹോൾഡറായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യാം? ഇതേ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ അതേ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റ് കമ്പനികൾക്ക് എന്ത് ചെയ്യണമെന്ന് പറയാം? ഇവരുടെ ആ ഒരു കണ്ടുപിടുത്തം ഉണ്ടല്ലോ, ഇവരുടെ ആ ഒരു ബുദ്ധി, അവരുടെ അറിവ്, അതിന്മേൽ എന്ത് വാങ്ങണം? ഒരു പകർപ്പവകാശം വാങ്ങണം, കോപ്പി റൈറ്റ് വാങ്ങണം. അത് എന്താണ്? അപ്പോൾ ഈ പേറ്റൻ്റ് എന്ന് പറയുന്നത് അവരുടെ എന്തായി മാറി? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്. ഈ പേറ്റൻ്റ് ഒരു പേപ്പറിലായിരിക്കും എഴുതി കൊടുക്കുന്നത്, അതല്ല. പക്ഷേ ആ പേപ്പറിനല്ലല്ലോ അവർ വിൽക്കുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളവിടെ വിൽക്കുന്നത് എന്താണ്? ആ ഒരു വാല്യൂവിനെയാണ്, അവിടെ ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീനാണ്, അവരുടെ ആ ഒരു ബുദ്ധിനെയാണ്, ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉണ്ടാക്കാൻ എന്നുള്ള അവരുടെ ഐഡിയനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ വാങ്ങാൻ പോകുന്നവർക്ക് റൈറ്റായിട്ട് വിൽക്കുന്നതും. നമുക്ക് എന്തായിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് പൂർണ്ണമായിട്ട് വേറെ ആളെ ഏൽപ്പിക്കാനൊക്കെ പറ്റി പാറ്റൻ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നമ്മൾ 2 ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാട് അസറ്റുകൾ പറയാം. വളരെ ഫേമസ് ആയ ഒരു അസറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.
നിർത്തുന്നില്ല, ഒരു കാര്യം കൂടെ പറയണം. അപ്പം ഇൻറ്റാഞ്ചിബിൾ അസറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള സാധനം, ഇപ്പോൾ നമ്മുടെ വൈ കൊമേഴ്സ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് www.ycommerce.in എന്നാണ്. ഓക്കെ, ഈ സാധനം നമ്മൾ ആദ്യം നോക്കിയത് ycommerce.com എന്ന് കിട്ടുമെന്നാണ്. കോം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്ത് എല്ലായിടത്തും ആക്സസ് കിട്ടുന്ന ഒന്നായി മാറി. ഇത് .in മീൻസ് ഇന്ത്യൻ ആക്സസ് മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. നമ്മൾ നോക്കിയപ്പോൾ ഈ സാധനം കിട്ടാനില്ലാഞ്ഞിട്ടൊന്നുമല്ല, ആരോ വാങ്ങിച്ച് വെറുതെ ഇട്ടേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് അവരെൻ്റെ ഇപ്പോൾ ഡിമാൻഡ് ചെയ്ത് 50,000 രൂപയോ അങ്ങനെ എന്തോ ആണ് ഡിമാൻഡ് ചെയ്ത്. തന്നാൽ എന്ത് തരാം? ഈ ycommerce.com എന്ന വെബ്സൈറ്റ് നമുക്ക് കിട്ടും. അത്രയൊന്നും പൈസ കൊടുത്തില്ല, നമ്മൾ .in എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡൊമെയിൻ എന്ന് പറയും ഈ ഒരു പാർട്ടിനെ. നമുക്ക് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുന്നതിന് ഡൊമെയിൻ എന്ന്, വെബ്സൈറ്റ് ഡൊമെയിൻ എന്ന് പറയും. അപ്പോൾ ഈ ഡൊമെയിനുകൾ ഒരാൾ വാങ്ങിച്ചിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ മറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഈ കമ്പനികളുടെ പേര് വെച്ചിട്ട് ചിലർ ഡൊമെയിനൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ട് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ .ai എന്ന് പറഞ്ഞൊരു ഡൊമെയിനുണ്ട്. ഇപ്പോൾ AI എന്ന് പറയുന്ന സാധനം അങ്ങ് കയറിയപ്പോൾ പണ്ട് ഇത് വാങ്ങിച്ചിട്ട ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത് വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് തന്നെ നമുക്ക് ഡൊമെയിൻ എന്ന സാധനം കൈകൊണ്ട് തൊടാൻ പറ്റുന്നതാണോ? ഇല്ല. പക്ഷേ കമ്പനികൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡൊമെയിൻ മറിച്ച് വിൽക്കാം. അല്ലെങ്കിൽ അവരുടെ ഒരു കമ്പനിയുടെ ഒരു മെർജറോ അക്വിസിഷനോ ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യാം? അവരുടെ ഡൊമെയിൻ അവർക്ക് പ്രത്യേക വാല്യൂ ഇടാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അസറ്റ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇതൊക്കെ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? 2 വാക്കുകൾ, ഡിപ്രിസിയേഷനും അമോർട്ടൈസേഷനും പറയാൻ വേണ്ടിയിട്ടാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റുകൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്ത് സംഭവിക്കുകയാണ് അവിടെ? അസറ്റ് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു 10 ലക്ഷം രൂപ എടുത്തൊരു കാർ വാങ്ങിച്ചു. എനിക്കറിയാം ഈ കാർ എൻ്റെ കയ്യിൽ കൂടിപ്പോയാൽ ഒരു 10 വർഷം ഇരിക്കും. 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇതിനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫണ്ട് ഞാൻ കണ്ടെത്തണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന പേരിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? എല്ലാ വർഷവും ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ 10 വർഷം വരെ ജീവിച്ചിരിക്കും. അല്ലെങ്കിൽ കാർ എൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് 10 വർഷങ്ങളിലായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഈ തുക തിരിച്ചു പിടിക്കണം. എനിക്ക് ചിലവാക്കിയ തുക തിരിച്ചു പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? 10 വർഷങ്ങളിലായിട്ട് ഈ വില എൻ്റെ അസറ്റിൻ്റെ വിലയിൽ നിന്ന് എഴുതി കുറച്ച് കൊണ്ടേയിരിക്കും. 10 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ വർഷം. ഓക്കെ, 10 വർഷമായിട്ടല്ലേ എനിക്ക് എഴുതി തളയാനുള്ള. അപ്പം ഒരു വർഷം 1 ലക്ഷം രൂപ വെച്ച് ഞാൻ കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ 1 ലക്ഷം രൂപ കുറയ്ക്കുന്നു, അടുത്ത വർഷം 1 ലക്ഷം രൂപ, അങ്ങനെ വാട്ട് എവർ ഇറ്റ് മേ ബി. എൻ്റെ ഉദ്ദേശം എന്താണ്? 10 ലക്ഷം രൂപയുടെ അസറ്റ് എന്ന് ഞാൻ എൻ്റെ ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ വർഷം അവസാനം ആകുമ്പോഴും ഞാൻ ഇത് 10 ലക്ഷം ഒന്നും വച്ചിട്ടിരിക്കരുത്. എന്താ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് വിൽക്കാൻ കൊണ്ട് ആരെങ്കിലും വാങ്ങിയാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തരും? ഒരിക്കലും തരത്തില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ അസറ്റ് അനാവശ്യമായിട്ട് അങ്ങ് കയറി കൂടി നിൽക്കില്ല അസറ്റിൻ്റെ വില. നിങ്ങൾ ആലോചിച്ചൊക്കെ, അസറ്റ് 10 വർഷം കഴിഞ്ഞാൽ ഇതേ വിലയിൽ തന്നെ നിന്നാൽ ഇനി കൊണ്ട് കൊടുത്താൽ വാങ്ങിച്ച വില കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസറ്റിന് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ വർഷങ്ങൾ കഴിയുന്നതോറും അസറ്റിൻ്റെ വില അവിടെ മാർക്കറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുറവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ശാസ്ത്രീയമായിട്ട് നമ്മുടെ ബുക്കിൽ കാണിക്കുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് തന്നെയാണ്, വിലയുടെ ഇടിവ് തന്നെയാണ്. ബട്ട് എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ 100% റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. അസറ്റിനെ, നമ്മളിരിക്കുന്ന ഇൻറ്റാഞ്ചിബിൾ അസറ്റിനെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതിനൊരു വില ഉണ്ടാവത്തില്ല. റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞ സാധനമേ കാണത്തില്ല. ഇതുപോലെയല്ല, ടാഞ്ചിബിൾ അസറ്റുകൾ പോലെയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റാഞ്ചിബിൾ അസറ്റുകളെ മൊത്തമായിട്ട് അങ്ങ് എഴുതി കളയും. അതിനാണ് അമോർട്ടൈസേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണ്ടത് അമോർട്ടൈസേഷൻ അല്ല, ഡിപ്രിസിയേഷനാണ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡിപ്രിസിയേഷൻ ഉണ്ട്, എങ്ങനെ ഡിപ്രിസിയേഷൻ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിവിടെ മേജറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ടാഞ്ചിബിൾ ഇൻറ്റാഞ്ചിബിൾ എന്നൊക്കെ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് എന്ത് തുടങ്ങാം? ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. താങ്ക് യു ഓൾ.